ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ക്രിസ്മസ് രാവുകളെ വരവേൽക്കാൻ പാതിരാ കുർബാനയ്ക്കൊരുങ്ങിയ ക്രിസ്തീയ ദേവാലയങ്ങൾ. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വരവറിയിച്ച് വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷം കൂടി നാളെ എത്തുന്നു. ക്രിസ്മസ് രാവുകളെ വരവേൽക്കാൻ ക്രിസ്തീയ ദേവാലയങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഒറ്റപ്പാലം ഇൻഫന്റ് ജീസസ് ചർച്ചിൽ പാതിരാ കുർബാനയ്ക്കായി പള്ളിയെ അലങ്കരിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ക്രിസ്മസ് രാവിൽ പാതിരാ കുർബാന ആചരിക്കുന്നത് സവിശേഷമാണ്. അർദ്ധരാത്രിയിൽ ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു ജനിച്ചെന്ന് കരുതപ്പെടുന്നതിനാൽ അർദ്ധരാത്രിയിൽ ആരംഭിക്കുന്ന ക്രിസ്മസ് ദിനത്തിലെ ആദ്യ പ്രാർത്ഥനയാണ് പാതിരാ കുർബാന. യേശുവിന്റെ ജനനത്തോടനുബന്ധിച്ചുള്ള കുർബാന അല്ലെങ്കിൽ ആരാധനയുടെ ആഘോഷം കൂടിയാണിത്. ഒറ്റപ്പാലം ബദിര വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. തിരു ഉയർത്തെഴുന്നേൽപ്പിന്റെ വിശുദ്ധ നാളുകൾക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒറ്റപ്പാലം ബദിര വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷ പരിപാടികൾ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് ചെറിയ ചില പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാം ശേഷം ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലേക്ക് വളരെ സന്തോഷപൂർവ്വം കടന്നു വരുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. നാളെ കേരളത്തിലെ എല്ലാ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂളുകൾ ക്രിസ്മസ് അവധിക്ക് അടയ്ക്കുകയാണ്. അതിന് മുന്നോടിയായി നമ്മുടെ ഈ സ്ഥാപനത്തിലെ കേൾവി പരിമിതിയും ശബ്ദപരിമിതിയും ഒക്കെ ഉള്ളവർ അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിയിട്ടുള്ള പരിശീലനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഭാഗമായി വിവിധ കലാപരിപാടികളായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ കലാപരിപാടികളുടെ നിലവാരവും കലാപരിപാടികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഭംഗിയും മറ്റു കലാപരിപാടികളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. അവരെയെല്ലാം ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് തന്നെ ഏറെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള കുട്ടികളെ കുറച്ചു നേരത്തേക്കെങ്കിലും ഭംഗിയുള്ള വസ്ത്രം ധരിപ്പിച്ച് അവർക്ക് ഇഷ്ടമുള്ള നിലയിൽ ഈ സന്തോഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ അവരെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ നിരന്തരമായിട്ടുള്ള വലിയ ഒരു പരിശ്രമം നടത്തിയതിൻ്റെ കൂടി റിസൾട്ടാണ് ഇന്നിവിടെ തുടർന്ന് നടക്കുന്ന കലാപരിപാടികൾ. സ്കൂൾ പ്രധാന അധ്യാപിക അൻസിമോൾ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. ജോസഫ് കുര്യൻ ക്രിസ്തുമസ് സന്ദേശം നൽകി. ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ സുജിത്, AEO സത്യപാലൻ, വാർഡ് കൗൺസിലർ മണികണ്ഠൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനെ ഇടുന്നു ദൈവം.
വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ നടന്നു. 14ാം പഞ്ചവത്സര പദ്ധതി അനുസരിച്ച് 2023-24 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഔപചാരിക ഉദ്ഘാടനം പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. സമയബന്ധിതമായി സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ജനുവരി മാസത്തിൽ പദ്ധതി രേഖ DPCയുടെ അംഗീകാരത്തിന് സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാ അതിൻ്റെ പടവുകളും ചവിട്ടിക്കയറി ഈ വികസന സെമിനാറിലേക്ക് എത്തി. ആ വികസന സെമിനാറിൽ ഇന്ന് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ രേഖകളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ അത് ചർച്ചയ്ക്ക് വേണ്ടി വെച്ചത് ഈ സെമിനാറിന്റെ ഭാഗം തന്നെയാണ്. പദ്ധതി രേഖ ഏറ്റവും കൃത്യമായിട്ട് നീക്കി പൂർത്തിയാക്കി ബന്ധപ്പെട്ട ഏജൻസിയുടെ മുന്നിൽ ആദ്യം സമർപ്പിച്ചാൽ നമുക്ക് ആദ്യം അപ്രൂവൽ കിട്ടിയാൽ നമുക്ക് നടപ്പാക്കി തോന്നാണ്. അപ്പൊ അതിന് താല്പര്യം കാണിച്ചു. കണക്കാക്കിന്റെ ആദ്യത്തെ ഒരു സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയുടെയും നടപടിക്രമം പൂർത്തിയാക്കാൻ വേണ്ടി താല്പര്യമെടുത്ത പഞ്ചായത്ത് ഭരണസമിതിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഒരു പണത്തൂക്കം മുമ്പ് തന്നെയാണ് എന്ന് പൊതുസമൂഹം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പഞ്ചായത്താണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. 15ാം ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര വിഹിതം എന്ന നിലയിൽ നമുക്ക് ഏതാണ്ട് ഒരു 90 ലക്ഷത്തിലധികം രൂപയാണ്. അതിനുവേണ്ടി കഴിഞ്ഞ സാമ്പത്തിക വർഷം അതിനുവേണ്ടി പ്രത്യേകം ഈ നടപടികളൊക്കെ പൂർത്തീകരിക്കുന്നു. അപ്പൊ ഇത്തവണ സർക്കാർ നേരത്തെ കൂടി ഉത്തരവിറക്കാനുള്ള കാര്യം, അതിനാവശ്യമായ ഗ്രാമസഭാ സെമിനാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ കൂടെ നടത്താം എന്ന ഉദ്ദേശത്തിലാണ്. ആ നിലയിൽ നമ്മൾ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഗ്രാമസഭകൾ ചേർന്നത്. അതിന് പ്രത്യേക ഒരു സോഫ്റ്റ്വെയർ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ അത് ആ സോഫ്റ്റ്വെയറിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ പഞ്ചായത്ത് നടത്തി വരുന്നത്. സർക്കാർ നിർദ്ദേശം അനുസരിച്ച് ഇതിൻ്റെ ഒരു ആമുഖം നിങ്ങൾക്ക് തന്നിട്ടുള്ള പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഒരു അധ്യായങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ 10 അധ്യായങ്ങൾ എന്ന നിലയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ്, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോമള ടീച്ചർ, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കനകരാജൻ, ഹസീന, ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസാദ് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഇന്നിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. ഷൊർണൂർ റെയിൽവേ അധികാരികളുടെ ഭാഗത്തുനിന്ന് നാൾക്കുനാൾ ജനദ്രോഹ നടപടികളാണ് ഉയർന്നുവരുന്നതെന്ന് പ്രദേശവാസികൾ.
കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ റെയിൽവേ. തിരുവനന്തപുരം, മംഗലാപുരം, കോയമ്പത്തൂർ, നിലമ്പൂർ റോഡ് ഭാഗങ്ങളിലേക്ക് പോകുന്ന തീവണ്ടിപ്പാതകളുടെ സംഗമസ്ഥാനവും 7 പ്ലാറ്റ്ഫോമുകളും 20 ട്രാക്കുകളുമാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളത്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് അവകാശപ്പെടുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെറിയ ടിക്കറ്റ് കൗണ്ടർ ആയതിനാൽ ദിവസേന നിരവധി ആളുകളാണ് വെയിലത്ത് വരി നിന്ന് ടിക്കറ്റ് എടുക്കുന്നത്. അതുമാത്രമല്ലാതെ എൻട്രൻസും ചെറുതാണെന്നും കൂടാതെ കഴിഞ്ഞ കോവിഡ് കാലത്ത് 1ാം പ്ലാറ്റ്ഫോമിലേക്കുള്ള ബ്രിഡ്ജ് റെയിൽവേ അടച്ചിരുന്നു. എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിച്ചിട്ടും ഇപ്പോഴും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാതെ ജനദ്രോഹ നയങ്ങളാണ് റെയിൽവേ അധികൃതർ സ്വീകരിക്കുന്നതെന്ന് ഷൊർണൂർ മണ്ഡലം BJP പ്രവർത്തകർ ആരോപിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. എന്നാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും വലുതായെന്ന് പത്രത്താളുകളിലും അവരുടെ നിയമനിർമ്മാണങ്ങളിലും മാത്രമേ ഉള്ളൂ. പക്ഷേ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് വരെ വളരെ ചെറുതാണ്. ടിക്കറ്റ് കൗണ്ടർ വരെ 100 കണക്കിന് ആളുകൾ ചില ദിവസങ്ങൾ വെയിൽ കൊണ്ടിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക. അതുപോലെ തന്നെയാണ് 1ാം പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു ബ്രിഡ്ജ്. ആ 1ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യത്തിലുള്ള റെയിൽവേ തന്നെ പണിത ഒരു ബ്രിഡ്ജാണ്. ആ നടപ്പാത ഈ കഴിഞ്ഞ കോവിഡ് സമയത്ത് എല്ലാം അടച്ച് ബന്ധവസ്ഥയാക്കിയതിൻ്റെ ഭാഗമായിട്ട് അടച്ചതാണ്. ഇപ്പോൾ അത് ആളുകൾ നിരന്തരം ചാടി വരലും വീഴലും ആയിട്ട് ഏതോ ഒരു ആളുകൾ വന്ന് തട്ടി അത് പൊട്ടിച്ചിട്ടു. ഇപ്പോൾ റെയിൽവേ വീണ്ടും അത് ഇരുമ്പെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ആ വഴി അടയ്ക്കുകയാണ്. റെയിൽവേയുടെ ചില ഉദ്യോഗസ്ഥരുടെ പ്രത്യേകിച്ച് ചില ഉദ്യോഗസ്ഥർ എന്താണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ആ വിഷയമെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ആളുകൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുണ്ടാക്കേണ്ട റെയിൽവേ അവർ തന്നെ അനുവദിച്ച വഴി ഒരു കാരണവുമില്ലാതെ കൊട്ടിയടച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് ഷൊർണൂർ റെയിൽവേ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ട്. നിരവധി പരാതികൾ റെയിൽവേൻ്റെ SMR-നും സീനിയർ DCM-നും DRM-നും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ. പാസഞ്ചർ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എല്ലാവരുടെ ഭാഗത്തുനിന്ന് റെയിൽവേയിലെ ഷൊർണൂരിലെ ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ചെയ്യുന്ന ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് ഈ 1ാം പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്ന ഈ പാത കൊട്ടിയടച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ ഉൾപ്പെടുന്ന കുനിയമ്പാടം അംഗൻവാടിയിൽ കുട്ടികളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ദിന റാലിയും കേക്ക് മുറിക്കലും സംഘടിപ്പിച്ചു. അംഗൻവാടിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. അതിനുവേണ്ടി അതാത് കാലഘട്ടങ്ങളിലൊക്കെ ഓരോ അവതാരങ്ങൾ ഉണ്ടാകും. നമ്മൾ പറയുന്ന അവതാരമല്ല, ഇതൊരു അവതാരമല്ല. അവതാര പുരുഷര് ഈ ഭൂമിയിൽ പിറക്കുകയും തിന്മയ്ക്കെതിരായി പോരാട്ടത്തിൽ അവര് പങ്കെടുക്കുകയും ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും അവർക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് അവരുടെ തിന്മ ജയിക്കോ തോൽക്കോ എന്നുള്ളതായിരുന്നു ചിന്തയെങ്കിൽ തീർച്ചയായിട്ടും യേശുവിന് അവസാനം വേണ്ടി വന്നത് കുരിശിൽ തറക്കലാണ്, അല്ലെ? യേശുവിനെ കുരിശിൽ തറക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന നിലയിൽ ഇത് നടക്കാൻ പോവുകയാണ്. ലോകമെമ്പാടും ഇത് ഇന്ന് ആഘോഷിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു സന്ദേശം താഴേക്ക് എത്തിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് കഴിയുന്നത്. വാർഡ് മെമ്പർമാരായ വിനോദ് കുമാർ, രതീഷ് കുമാർ, LMC കമ്മിറ്റി ചെയർമാൻ P രാജൻ, അംഗൻവാടി ടീച്ചർ ബേബി വിമല തുടങ്ങിയവർ കുട്ടികളോടൊപ്പം ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിൽ. താലൂക്ക് ഹോസ്പിറ്റൽ ചിറ്റൂരിന്റെ വികസനം എന്ന പദ്ധതിയുടെ ഭാഗമായി വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ. കിഫ്ബിയുടെ 70.51 കോടി ഫണ്ടിലാണ് കെട്ടിട സമുച്ചയത്തിന്റെയും ഭൗതിക സൗകര്യങ്ങളുടെയും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് 220 കിടക്കകളോടുകൂടിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി താലൂക്ക് ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ, ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ഒഫ്താൽമോളജി, സർജറി തുടങ്ങിയ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ മെച്ചപ്പെട്ട സേവനം നൽകാനാകും. ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 6 നില കെട്ടിടമാണ് 10,159 ചതുരശ്ര അടിയിൽ ഒരുങ്ങുന്നത്. കൂടാതെ മോർച്ചറി, സർവീസ് ബിൽഡിംഗ്, ഡീസൽ ജനറേറ്റർ റൂം ആൻഡ് പമ്പ് റൂം, കാർ പാർക്കിംഗ് എന്നിവയുമുണ്ട്. താഴത്തെ നിലയിൽ അത്യാഹിത വിഭാഗം, എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ, മൈനർ OT ട്രോമ, ICU, ട്രയേജ് ലബോറട്ടറി എന്നിവയാണുള്ളത്. ആദ്യ നിലയിൽ OP വകുപ്പുകൾ, സ്പെഷ്യാലിറ്റി OP, സൈക്യാട്രി, ജനറൽ സർജറി, ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ്, ജനറൽ മെഡിസിൻ, ഡെന്റൽ, ഫാർമസി, ജനറൽ മെഡിസിൻ സ്റ്റോർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയുമുണ്ട്. രണ്ടാം നിലയിൽ ആൺപെൺ ജനറൽ വാർഡ്, ആൺപെൺ ഐസൊലേഷൻ വാർഡ്, മൂന്നാം നിലയിൽ ആൺപെൺ ഓർത്തോ വാർഡ്, ENT വാർഡ്, പീഡിയാട്രിക്സ്, ഡയേറിയ വാർഡ്, പീഡിയാട്രിക് വാർഡ്, പെയ്ഡ് റൂം തുടങ്ങിയവയാണ് സജ്ജീകരിക്കുന്നത്. നാലാം നിലയിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, ജനറൽ ICU, സർജിക്കൽ ICU, ആൺപെൺ സർജിക്കൽ വാർഡ്. അഞ്ചാം നിലയിൽ
5 ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഒഫ്താൽമിക് എമർജൻസി, കിടക്കകളുടെ ഡയാലിസിസ് യൂണിറ്റ്, 6ാം നിലയിൽ സർവീസ് ഫ്ലോർ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. NFPയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലത്ത് കരിദിനം ആചരിച്ചു. പോസ്റ്റൽ ജീവനക്കാരുടെ സംഘടനയായ JCAയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനമൊട്ടാകെയുള്ള സ്വകാര്യവൽക്കരണ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി JCA ഒറ്റപ്പാലം ഡിവിഷന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ച പോസ്റ്റൽ ജീവനക്കാർ അരമണിക്കൂർ പ്രവൃത്തി സമയം ബഹിഷ്കരിച്ചുകൊണ്ട് കരിദിനം ആചരിച്ചു. JCA ഒറ്റപ്പാലം ഡിവിഷണൽ പ്രസിഡന്റ് വിജയകുമാർ പോസ്റ്റൽ ജീവനക്കാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ തപാൽ ഉരുപടികൾ കൈകാര്യം ചെയ്യുന്നതിന് സ്വകാര്യ വ്യക്തികൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള നടപടി പിൻവലിക്കണമെന്നും രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് തുടങ്ങിയവ കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഏജൻസികൾ ബുക്ക് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഓഫീസിൽ എത്തിക്കുന്ന നടപടി അത് ഉള്ളടക്കത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും സ്വകാര്യ വ്യക്തികൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യയിൽ നിലവിൽ നിയമപ്രാബല്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 10,000 രൂപ ഡെപ്പോസിറ്റ് അടച്ച് സെക്യൂരിറ്റി അടച്ചാൽ ഇന്ത്യയിൽ പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങാം എന്ന രീതിയിലേക്കുള്ള നയങ്ങളും നടപടികളുമായിട്ട് വരികയാണ്. മുമ്പ് കാലത്തും സ്പീഡ് പോസ്റ്റിന്റെ ബുക്കിങ്ങും ഒക്കെ സ്വകാര്യവൽക്കരിച്ചതിന്റെ ഉദാഹരണങ്ങളുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഇതുപോലൊരു പരീക്ഷണം നടത്തി പരാജയപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ വ്യാപകമായി അത് VLSC എന്ന പേരിലായാലും ശരി, CSCയിൽ കൂടെയുള്ള ഈ ഡാക് മിത്ര എന്ന ഓമന പേരിലായാലും ശരി, ഒരു മൊബൈൽ സംവിധാനത്തിലൂടെ എന്തിനു പറയുന്നു, അവർക്ക് ലൈസൻസ് കൊടുക്കുന്നത് സൂപ്രണ്ട് പോലും അറിയാതെ രഹസ്യമായിട്ടാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൂഢമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അറിയാം. ഓൺലൈനിലൂടെ ലൈസൻസുകൾക്ക് അപേക്ഷ വിളിക്കുക, ഓൺലൈനിൽ തന്നെ അത് അപ്രൂവ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ ബന്ധപ്പെട്ട പോസ്റ്റ് മാസ്റ്റർ പോലും അറിയാതെ ഗൂഢമായിട്ട് നടപ്പാക്കുക, എന്നിട്ട് അത് ഞങ്ങൾ നടപ്പിലാക്കി എന്ന് വലിയ പത്രപരസ്യം കൊടുക്കുക. അപ്പോൾ കേരളത്തിലെ ലോഞ്ചിങ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കരിദിനമായി ആചരിക്കാനും അതുപോലെ ശക്തമായി സംഘടനാ വ്യത്യാസമന്യേ എല്ലാ പോസ്റ്റൽ ജീവനക്കാരും ഒന്നടങ്കം ഈ സ്വകാര്യവൽക്കരണ ഏജൻസി സമ്പ്രദായത്തെ എതിർക്കാനും തീരുമാനിച്ചിട്ട് നടപ്പിലാക്കുന്നു. ഡിവിഷണൽ സെക്രട്ടറി സുധാകരൻ അധ്യക്ഷത വഹിച്ച പ്രക്ഷോഭ പരിപാടിയിൽ നിരവധി പോസ്റ്റൽ ജീവനക്കാരും അണിനിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. NGO ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തന ക്യാമ്പയിൻ അവതരിപ്പിച്ചു. NGO യൂണിയൻ ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസ് തല ക്യാമ്പയിൻ നടത്തി. ഡിസംബർ 20 ജില്ലാ കേന്ദ്രങ്ങളിലേക്കും രാജ്ഭവനിലേക്കും അധ്യാപകരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ചിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. PFRDA നിയമം പിൻവലിക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക, ഫെഡറലിസം സംരക്ഷിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക, സർവകലാശാലകളുടെ ജനാധിപത്യാവകാശം സംരക്ഷിക്കുക, വിലക്കയറ്റം തടയുക, വർഗീയതയെ ചെറുക്കുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഡിസംബർ 20 പ്രക്ഷോഭമെന്ന് ഏരിയ സെക്രട്ടറി M. അജയകുമാർ അറിയിച്ചു. വ്യക്തമായിട്ടുള്ള നിലപാട് തറയ്ക്കുമ്പോൾ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് ജീവനക്കാരുടെ ഗുണമേത ദോഷമേത എന്ന് തിരിച്ചറിയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. എന്നാൽ പലർക്കും ഗുണവും ദോഷവും തിരിച്ചറിയാൻ 20 വർഷമെടുക്കുന്ന കാര്യം നമ്മൾ മറക്കരുത്. അന്ന് ഇവിടുത്തെ സംഘടനകളുടെ നിലപാടെന്നായിരുന്നു? 2013 അസോസിയേഷൻ ഉൾപ്പെടുന്ന സംഘടനകൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അവരെ PFRDA അംഗീകരിച്ചു. അവരുടെ രാഷ്ട്രീയ മേലാളന്മാരും ഉടചൂടുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത്.
അന്ന് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തു. ചിലപ്പോൾ ഇതിലേക്ക് സ്ഥലത്തിൽ അന്ന് നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവും. ആ നോട്ടീസ് എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം അതുകൊണ്ട് അസോസിയേഷനുകാർ പറഞ്ഞതാണെന്ന്. 25 വയസ്സ് സർവീസിൽ കയറുന്ന 60 വയസ്സ് റിട്ടയർമെന്റ് ഉള്ള ഒരു ജീവനക്കാരന് കിട്ടാവുന്ന കോടികളുടെ കണക്കിൽ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുന്ന സംഘടനയുടെ പേര് NGO അസോസിയേഷൻ എന്നാണ്. എന്നാൽ ഇപ്പോൾ അവരവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ലോങ് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരവരുടെ തെറ്റ് തിരിച്ചറിഞ്ഞു. അവർ ജീവനക്കാരുടെ മാപ്പ് പറയണ്ടേ? ഈ തെറ്റായ നടപടി എടുത്ത നിയമം നടപ്പിലാക്കിയ അവർ രാഷ്ട്രീയ മേധാവിമാരെ തള്ളിപ്പറയാൻ അവർ തയ്യാറാണോ എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. NGOയുടെ ഞാൻ പറഞ്ഞു അന്നും ഇന്നും ഒരു നിലപാടാണുള്ളത് PFRD നിയമം പിൻവലിക്കണമെന്നാണ്. അപ്പൊ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും ഇത് പിൻവലിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. രാജസ്ഥാനിൽ പിൻവലിച്ചു, പഞ്ചാബിൽ പിൻവലിക്കാൻ പോകുന്നു, ഛത്തീസ്ഗഡ് പിൻവലിച്ചു. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം പിൻവലിച്ചതുപോലെ എന്തുകൊണ്ട് കേരളത്തിൽ പിൻവലിച്ചുകൂടാ എന്നുള്ള ചോദ്യം പല സുഹൃത്തുക്കളും വെക്കുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം ഈ പിൻവലിച്ച രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് വലിയ രാഷ്ട്രീയ സമരം ഉണ്ടായിട്ട് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടല്ല രാജസ്ഥാനിലെ ഗവൺമെന്റ് പിൻവലിക്കാൻ തീരുമാനിച്ചത്. പിന്നെ എന്തിനാണ് തീരുമാനിച്ചത്? പിൻവലിച്ചു കഴിഞ്ഞാൽ ഇത് 2004 മുതൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായിട്ട് അടച്ചിട്ടുള്ള മാച്ചിങ് ഫണ്ടിനകത്ത് ഒരു 38,000 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ തൽക്കാലത്തെ ബഡ്ജറ്റ് കമ്മി നികത്താമെന്നുള്ള ഉദ്ദേശത്തിന്റെ പേരിലാണ് അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് തീരുമാനിച്ചത്. ജോബ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. പട്ടികവർഗ യുവതി യുവാക്കൾക്ക് താമസ സൗകര്യത്തോടു കൂടിയുള്ള മത്സര പരീക്ഷാ പരിശീലന ജോബ് സ്കൂളിന്റെ ഉദ്ഘാടനം കഞ്ചിക്കോട് ശില്പി കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2022-23 TSP ഫണ്ടിൽ നിന്നുള്ള 25 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ദുർഘട മേഖലകളിൽ നിന്നും 35 പട്ടികവർഗ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തിയാണ് പരിശീലനം. സ്ഥാപനത്തിൽ നിന്നും 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വ്യത്യസ്ത ഹോസ്റ്റലുകളിലായി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും താമസം, ഭക്ഷണം, യാത്രാ സൗകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് പട്ടികവർഗ വികസന ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥരായി ഏപ്രിൽ മുതൽ പറമ്പിക്കുളം, നെല്ലിയാമ്പതി, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ നിന്നുള്ള 38 പരിശീലനാർത്ഥികളുമായി പരിശീലനം നടന്നുവരുന്നുണ്ട്. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ PK സുധാകരൻ അധ്യക്ഷനായ പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മിനി, പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം സുഭാഷ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി രാമൻകുട്ടി, ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ M ഷമീന, ITDP പ്രോജക്ട് ഓഫീസർ സുരേഷ് കുമാർ, ജോബ് സ്കൂൾ അധ്യാപകൻ ഷാജി എന്നിവർ പങ്കെടുത്തു. ചരിത്രത്തിൽ ഇന്ന് പ്രശസ്ത സംവിധായകൻ KS സേതുമാധവൻ ഓർമ്മദിനം. ഒരു മലയാള ചലച്ചിത്ര സംവിധായകനാണ് KS സേതുമാധവൻ. മലയാളത്തിന് പുറമെ ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലും സേതുമാധവൻ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ചലച്ചിത്ര ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് 2009 JC ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. പാലക്കാട് കുരുക്കൽപ്പാടത്ത് സുബ്രഹ്മണ്യൻ ലക്ഷ്മി ദമ്പതികളുടെ മൂത്ത മകനായാണ് സേതുമാധവന്റെ ജനനം. 3 സഹോദരിമാരും ഒരു സഹോദരനുമുണ്ട്. തമിഴ്നാട്ടിലെ വടക്കേയാർക്കോട്ടിലും പാലക്കാട്ടുമായിരുന്നു ബാല്യം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് സസ്യശാസ്ത്രത്തിൽ ബിരുദം നേടി. സിനിമയിലെത്തിയത് സംവിധായകൻ K. രാംനാഥിൻ്റെ സഹായിയായിട്ടായിരുന്നു. LV പ്രസാദ്, AS സ്വാമി, സുന്ദർ റാവു, നന്ദകർണി എന്നീ സംവിധായകരുടെ കൂടെ നിന്ന് സംവിധാനം പഠിച്ചു. സേതുമാധവൻ 1960 വീരവിജയ എന്ന സിംഹള ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ജ്ഞാനസുന്ദരിയിലൂടെ മലയാളത്തിന് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് 6 ഭാഷകളിലായി 100ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 1970 അരനാഴിക നേരം എന്ന ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. 1971-ലും 72-ലും പിന്നീട് മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച് സംസ്ഥാന പുരസ്കാരത്തിൽ ഹാട്രിക് നേട്ടം അദ്ദേഹം നേടി. അദ്ദേഹം സംവിധാനം ചെയ്ത പണിതീരാത്ത വീടിന് 1972-ലെ മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ചട്ടക്കാരിക്ക് മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള 1974-ലെ സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. 1980-ൽ വീണ്ടും അദ്ദേഹത്തെ തേടി മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. അദ്ദേഹം സംവിധാനം ചെയ്ത ഓടിൽ നിന്നെന്ന ചിത്രത്തിന് 1965-ലെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹം സംവിധാനം ചെയ്ത മറുപക്കം എന്ന തമിഴ് ചിത്രത്തിന് മികച്ച തിരക്കഥയ്ക്കും മികച്ച സിനിമയ്ക്കുമുള്ള ദേശീയ പുരസ്കാരവും 1994-ലെ മികച്ച തമിഴ് ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നമ്മവർ എന്ന ചിത്രത്തിനും അദ്ദേഹത്തിന് ലഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.